അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് അതിൽ ന്യൂ എടുക്കുക. ഇനി നമുക്ക് വീഡിയോ ആക്കണമെങ്കിൽ ഇതിലേക്ക് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരികയാണ്. ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരികയാണ്. ഞാൻ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നു. അതിനുശേഷം വേണമെങ്കിൽ കുറച്ചൊന്ന് ക്രോപ്പ് ചെയ്ത് കളയാണ്. ബാക്ക്ഗ്രൗണ്ട് ഇത്ര നീളം വേണ്ട, കുറച്ചൊന്ന് ക്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്രോപ്പ്, ഇതാ ക്രോപ്പ് ഉണ്ടല്ലേ, ക്രോപ്പ് ചെയ്യുക. കുറച്ച് മേൽഭാഗത്ത് ഇങ്ങോട്ട് പിടിക്കുക, ഭാഗത്ത് ഇങ്ങനെ കുറച്ചൊന്ന് പിടിച്ച്, ഓക്കെ, എന്നിട്ട് ശരി കൊടുക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻഷോട്ട് എന്നുള്ള വാട്ടർമാർക്ക് കളയാൻ പോവാണ്. ഫ്രീ റിമൂവ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് വലിച്ച് കുറച്ച് നീട്ടി കൊടുക്കുകയാണ്. ഏകദേശം എത്ര വേണമെന്നുള്ള. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വീഡിയോ എന്ന് വെച്ചാൽ, ഇതിലേക്ക് ഒരാളുടെ പ്രസംഗത്തിൻ്റെ മറ്റൊരു വീഡിയോ കൊണ്ടിട്ട് അതിനെ നമ്മൾ എഴുത്തിലൂടെയൊക്കെ കാണിക്കില്ല, ആ രൂപത്തിലാക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ വീഡിയോ ഇവിടത്തേക്ക് കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ വീഡിയോ കിട്ടും. പക്ഷേ അതെവിടെ കിട്ടുക, ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബാക്കിയായിട്ട് അല്ലെങ്കിൽ മുമ്പിലോ ബാക്കിലോ ആയിട്ട് വരാനോ. ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മേലെ ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഏത് ഓപ്ഷൻ എടുക്കണം, ഇതാ പിപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇത് അവിടെ പോയിട്ടൊരു വീഡിയോ കൊണ്ടുവരാൻ പോവാണ്. ഈ വീഡിയോ ആണ് ഞാൻ ഇതിൽ കൊണ്ടുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ പക്ഷേ നമ്മൾ ഇങ്ങനെ കൊണ്ടുവച്ച രസമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതവിടെ സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ചിങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ മാസ്ക് എന്നൊരു ഓപ്ഷൻ കണ്ടോ, മാസ്ക് എന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ അതിനെ കൊണ്ടുവെക്കാം. ഇതാ ഞാൻ ഓരോന്ന് തൊട്ട് കാണിച്ചിടാം. ഇത് തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെ വരിക കണ്ടോ, ഇങ്ങനെ. അങ്ങനെ ഇവിടെയും ഒക്കെ ഓരോ സാധനങ്ങളുണ്ട്. അതൊന്ന് വലിച്ച് നോക്കിയാണെങ്കിൽ കാര്യങ്ങൾ പിടി കിട്ടും. ഇതിങ്ങനെ വരും. ഇത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഏകദേശം ചെറുങ്ങനെ പോയിട്ട് മൂപ്പര മുഖം മാത്രം കാണുന്ന വിധത്തിൽ ഇങ്ങനെ നീളം വരും. മനസ്സിലായല്ലോ, ആ രൂപത്തിലാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സ്ട്രോക്ക് അതിന് ചുറ്റുമുള്ള ആ വൈറ്റ് കളറൊക്കെ കൂടുതൽ കൊടുക്കണമെങ്കിൽ ഇതൊക്കെ നീട്ടി കൊടുത്താൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം. ആ സ്ട്രോക്കിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കാം. മനസ്സിലായി, അങ്ങനെയൊക്കെ ചെയ്യാനുള്ളതാണ് ഇത്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ വേറൊരു മോഡലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ കുറേ മോഡലുണ്ട്. മാസ്ക് ഏത് മോഡലിലാണോ വേണ്ടത് കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തൊട്ട് ഇങ്ങനെ കൊണ്ടുവരാം. മാത്രമല്ല ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അത് മൊത്തത്തിൽ വലുതാക്കണം, ഇങ്ങനെ ചെയ്യുകയും ചെയ്യാം. മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, എന്നിട്ട് ഇത് പ്ലേ ചെയ്യണം. നമ്മൾ ആ പറയുന്ന സംസാരങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പിന്നെ ടെക്സ്റ്റായിട്ട് ഇങ്ങനെ വരുന്ന വിധത്തിൽ വീഡിയോ വരാറില്ലേ. അപ്പോൾ അപ്പോൾ അത് വരണമെങ്കിൽ ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ടെക്സ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എഴുതുക. അത് ആദ്യം നമ്മൾ വേണമെങ്കിൽ അപ്പുറം പോയിട്ട് എഴുതി കോപ്പി ചെയ്താൽ, അതായത് കോഡ് FML പോയിട്ട് എഴുതി കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ നമുക്ക് എന്താവും, ഫോണ്ടുകൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കോഡ് FML പോവാണ്. കോഡ് FML ഇവിടെ അതെ. ഓക്കെ, കോഡ് FML പോയിട്ട് എഴുതി കൊടുക്കണേ. നമ്മളത് ഇനി ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോണ്ട് മാറ്റണം. നമ്മൾ പറഞ്ഞത് ഫോണ്ട് ഇവിടെ കാണാം. ഫോണ്ട്
ഇവിടെ ഇംഗ്ലീഷാണുള്ളത്, മലയാളമൊന്നുമില്ല. അപ്പോൾ മലയാളം നമുക്ക് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരിക? മലയാളം ഫോണ്ട് ഇതിലേക്ക് എത്തിക്കാൻ എന്താണ് വഴി? ഇതിൽ 2 ഫോണ്ട് മലയാളം വന്നിട്ടുണ്ട്. ഇനി ഇതിലില്ലാത്ത ഫോണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ എന്താക്കാം, നമ്മുടെ ഫോണിൽ ഡൗൺലോഡിൽ പോയിട്ട് എടുത്തിട്ട് കൊണ്ടുവരാം. ഇതിലിപ്പോൾ 2 ഫോണ്ട് മലയാളത്തിൽ, ബാക്കിയുള്ള ഇംഗ്ലീഷിലുള്ള ഫോണ്ടാണ്. ആ മലയാളം വേണ്ടതെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? അതാ ഇവിടെ കണ്ടൊരു സാധനം, അവിടെ തൊട്ടിട്ട് നമ്മുടെ ഡൗൺലോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള കുറേ ഫോണ്ടുകൾ ഇങ്ങനെ കാണും. ഏതാ വേണ്ടത് അത് കൊണ്ടുവന്നാൽ അത് ഇവിടെ എത്തി. കണ്ടോ, ഇപ്പോൾ 3 ഫോണ്ടായില്ലേ ഇവിടെ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല, ഇപ്പോൾ 3 മലയാളം ഫോണ്ട് കാണുന്നില്ലേ? ഇനി അതല്ല വേറൊന്ന് വേണമെങ്കിൽ ഇതാ വീണ്ടും അങ്ങോട്ട് പോവാം. ഏത് ഫോണ്ടാണോ വേണ്ടത് അത് ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ 4 ഫോണ്ട് മലയാളം വന്നു. അങ്ങനെ ഓരോന്നും കൊണ്ടുവരണം, അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ തൽക്കാലം ഏതെങ്കിലും ഒരു ഫോണ്ട് എടുത്തിട്ട് ഇങ്ങനെ അവർ പറയുന്നത് ഇങ്ങനെ വെക്കുകയാണെന്ന് തൊട്ട്, എന്നിട്ട് അതിനുശേഷം നമ്മൾ വീണ്ടും അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഫോണ്ടുകൾ എഡിറ്റ് ചെയ്യാം. അങ്ങനെ എഡിറ്റ് തൊടുക, താഴെ കണ്ടോ എഡിറ്റ്, അത് തൊടുക. താഴെ എഡിറ്റ് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്താക്കുക, ഈ 3 ലൈനുണ്ടോ അതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതിൽ ഇപ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇങ്ങനെ എന്തൊക്കെ ആക്കാനുള്ളതുണ്ട്, അതൊക്കെ വേണം നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്കിത് മറ്റു രൂപത്തിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് തൊട്ടതിന് ശേഷം എന്താ ഫോണ്ടിലേക്ക് പോവാം. അതുപോലെ തന്നെ അതിന് ശേഷമുള്ള ഇതിലേക്ക് തൊടുക. അതുപോലെ തന്നെ കളറിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റിന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ബോർഡർ വേണമെങ്കിൽ അല്ലെങ്കിൽ ഷാഡോ എന്തൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അവരുടെ കളറൊക്കെ ഇങ്ങനെ മാറ്റം വരുത്താവുന്നതാണ്. അങ്ങനെയൊക്കെ നോക്കി ഞങ്ങൾക്ക് തിരിയും. നമുക്ക് എഡിറ്റ് തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ കളറിൻ്റെ ഈ ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാലാണ് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നത്. നോക്കണേ, നമ്മൾ താഴ്ഭാഗത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ, താഴ്ഭാഗത്ത് കണ്ടോ, അതിലിതാ ഓരോന്നും ഇങ്ങനെ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് വരുന്ന എഴുത്താണ് ഇങ്ങനെ കൊടുക്കാം. ബോർഡർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ മോഡൽ വരും. അത് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ പല മോഡലിലും എന്താക്കാം കൊടുക്കാം. വേണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ കൊടുക്കും, വേണ്ടെങ്കിൽ ഈ ഭാഗം തൊട്ട് കഴിഞ്ഞാൽ അത് സാധാ പോലെ നോർമലായിട്ട് വരും. അപ്പോൾ ഞാനിങ്ങനെ തൽക്കാലം ഇത് എഴുതി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും പിന്നെ അതിൻ്റെ മോഷൻ ഉണ്ടാക്കുകയാണ്. അതായത് പറയുന്നതനുസരിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. പല മോഷൻസ് ഉണ്ട്. എങ്ങനെയാണ് വരേണ്ടത്, ഇങ്ങനെയാണ്, ഇങ്ങനെ ഏത് മോഡലാണ് വേണ്ടതെങ്കിൽ എന്നെ സെറ്റാക്കാവുന്നതാണ്. ഞാൻ ഫസ്റ്റില്ല ഇങ്ങനെ ഇത് കൊടുക്കുന്നത്. സ്പീഡ് വേണമെങ്കിൽ സ്പീഡാക്കാം, സ്ലോ വേണമെങ്കിൽ സ്ലോ ആക്കാം. ആ രൂപത്തിൽ ഇതാ ഇപ്പോൾ സ്ലോ ആയിട്ട് ഉണ്ടാകുക, സ്പീഡ് കൂടിയിട്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മൾ ശരി കൊടുത്ത് ഓക്കെ കൊടുത്ത് ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വർത്താനം ഒരു കണക്കായിട്ട് മോളോട് പറയുന്ന വർത്താനം എന്നൊക്കെ എഴുതേണ്ടത് ഞാൻ പറയുകയാണ്. അത് കറക്റ്റ് ആ വോയിസിന് കണക്കായിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് അടിഭാഗത്ത് കണ്ടോ, ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വലിച്ചാൽ ആ വോയിസിന് കറക്റ്റ്